അത് ശരി. അപ്പൊ ഡ്രസ് മാറാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങല്ലേ? എന്നാ പിന്നെ വീട്ടിലെങ്ങനെ പോയി കിടന്നു? രാത്രിക്ക് പോലെ കണ്ണെടുത്തില്ല എന്റെ പുഷ്പ. പാതിരക്ക് 3 ചെക്ക്, ഒരാൾക്ക് വാം വാട്ടർ, വേറൊരു എക്സ്ട്രാ ബെഡ്. മൊത്തം രാത്രി ആകെ കൂടി ചെയ്ത പണി ഇത്രയല്ലേ ഉള്ളൂ. ഹാർഡ് വർക്കിങ്ങിനെ കുറിച്ച് ആർക്കും അറിയാം. ഗുഡ് മോർണിംഗ്. ഹായ് മിനിമോൾ. മിനിമോൾ പെണക്കാം. എനിക്കുള്ള പാലുകൊണ്ട് ഇപ്പൊ റെഡിയല്ലേ? വേണ്ട വേണ്ട, ഞാൻ കിച്ചണിൽ പോയി കുടിച്ചോളാം. അവിടെയാകുമ്പോ ഇഷ്ടംപോലെ പഞ്ചായത്ത് തരും. മമ്മി സമ്മതിക്കൂല. മനോഹരമായിരിക്കുന്നല്ലോ. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടെ? എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചൊക്കെ വൃത്തിയും വെടിപ്പും വേണം. അതൊക്കെ ഒന്ന് നേരെ ചൊവ്വ അടുക്കി പെറുക്കി വെക്കടോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്നെവിടെയാണ് സാർ എന്റെ വിധി? ഇന്നലെ മുഴുവൻ അടുക്കളയിലും മാവ് കുഴക്കലും ഡിഷ് വാഷിംഗ് ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോ മുരുകേശൻ ലീവിലാണ്. റൂം സർവീസിൽ ഒരു വേക്കൻസി ഉണ്ട്. താനിപ്പോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞല്ലേ ഉള്ളൂ. അത് സാറിൽ ഓട്ടം കിട്ടുന്ന കാര്യമല്ലേ? സാറിന് അറിയാലോ എന്റെ ബുദ്ധിമുട്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം മുഴുവൻ ചേച്ചിക്ക് മരുന്നിനും കഷായത്തിനും തെക്കി. പിന്നെ ടിപ്സ് ഓട്ടം കിട്ടുന്ന കാശ് കൊണ്ട് വേണം നാട്ടിലേക്ക് ഭാര്യയ്ക്കും മക്കൾക്ക് അയച്ചു കൊടുക്കാൻ. അപ്പൊ തനിക്ക് ഇന്നും ചാൻസ് ഇല്ല. അപ്പൊ ഇന്നും അടുക്കളയിലോട്ട് തന്നെ പോണായിരിക്കുമല്ലേ? വേണ്ട, ചെറിയൊരു പ്രൊമോഷൻ. ഹൗസ് കീപ്പിംഗിൽ റൂം ക്ലീനിങ്. ആദ്യം പോയി ആ റിസപ്ഷനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ഞാൻ കിച്ചണിലേക്ക് ഒന്ന് ചെല്ലട്ടെ. ക്ലീനിങ് എങ്കിൽ ക്ലീനിങ്. Oh, please. Sure. That of course. Thank you. ഹരേ തുക്കാര, പ്രശ്നം വല്ലതും ഉണ്ടോ? ഓ കൊച്ചു ഗഡ്ബഡ് ഹേ? ഒന്നുമില്ല എന്റെ ഗുരുവായൂരപ്പാ. എന്താ ഇത്? സോറി സാർ. ഗുഡ് മോർണിംഗ് സാർ. എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? പ്രശ്നം ഒരു ചെറിയ പ്രശ്നം. ഇല്ല സാർ. അത് ഞാൻ മാനേജ് ചെയ്തു. ഇത് അതിന് വലിയ പ്രശ്നമായല്ലോ. Good morning, sir. മോർണിംഗ്. എന്താ ജോലി? പ്രശ്നമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല സർ. ഒന്നുമില്ലേ? ഇല്ല സർ. കസ്റ്റമേഴ്സിന്റെ ഒരു കംപ്ലൈന്റ് ബഹളമൊന്നും ഉണ്ടായില്ല? ഇല്ല സർ. വേറെ പുറത്ത് നിന്നോ സ്റ്റാഫിന്റെ ഇടന്ന് ഒരു പ്രശ്നം? നോ സർ. ആവുന്റെ ഭഗവാനെ, അപ്പൊ ഇനി പ്രശ്നം ഉണ്ടാവാൻ പോണുള്ളൂ. ഒരു തവണയെങ്കിലും ഒന്ന് വലിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. Good morning, sir. ഗുഡ് മോർണിംഗ്. മാഗി, എനി പ്രോബ്ലംസ്? No, sir. All lines are perfect and working. എനി അതർ കോംപ്ലിക്കേഷൻസ്? No, sir. ഓക്കെ, താങ്ക് യു മാഗി. ആശ്വാസായി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ സാർ? പ്രശ്നമൊന്നുമില്ലോ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്റെ ഗുരുവായൂരപ്പാ, എന്താ? എവിടെയാ? ഇവിടെ തന്നെ. ആർക്കാ? വേറെ ആർക്ക്? സാറിന് തന്നെ. എന്റെ പൊന്ന് സാറേ, വെറുതെ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ച് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. പ്രശ്നമായി അല്ലേ? ഇത് മൊത്തം 3 പേര് ലീവാ. അയ്യോ, അപ്പൊ ആകെ പ്രശ്നമാവല്ലോ. വെറുതെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അതിനൊക്കെ പകരം ആളെ അലോട്ട് ചെയ്തിട്ടുണ്ട്. വർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നോളൂ. സത്യത്തിൽ താനുള്ള ഒരു സഹായം തന്നെയാണേ. സഹായമൊന്നുമല്ല, ശമ്പളവും ഡിയർനെസ് അലവൻസും ബോണസും ഒക്കെ കൃത്യമായി എണ്ണി വാങ്ങിയിട്ട് തന്നെയാ. അതിന്റെ കൂറന്റെ പണിയിലും കാണും. ഇതാ ഇന്നലത്തെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ്. ഹലോ, ഇവിടെ അല്ലേ? ഹലോ, അതെ, ഇപ്പൊ ആളയക്കാം. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ. എടോ ഇവിടെ. അയ്യോ, താൻ എന്റെ കസേരയിൽ ഇരിക്കുകയെ അത്രയ്ക്കായോ അഹങ്കാരം? തന്റെ പഴയ ലാവണം ഗോകുലത്ത് ഇപ്പോഴും ഒഴിഞ്ഞു കിടപ്പുണ്ട്. മനസ്സിലായോ? എന്തായിരുന്നു? ആനക്കൊട്ടില് മേൽനോട്ടം. മേൽനോട്ടം. പിണ്ടം വാഴാൻ മാത്രം അറിയുന്ന തന്നെ ഇങ്ങോട്ട് അയച്ചതേ കാര്യവിവരമുള്ള ഒരുത്തനെ തന്റെ ഈ അസിസ്റ്റന്റ് മാനേജറായിട്ട് വച്ചതിന് ശേഷമാ. അവറ്റകളുടെ കളവും ചെടി നോക്കിക്കാണാൻ എന്റെ ആളായിട്ട് പേരിന്റെ കൂടെ നിന്നാ മതി. വേറെ ഭരണമൊന്നും വേണ്ട. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ദേവു, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് താഴെ ലോൺ റെസ്റ്റോറന്റിലാവാം. ഇതാ കവാം. ഹലോ ഓപ്പറേറ്റർ, ഐ ആം ബാലൻ നമ്പ്യാർ ഹിയർ. ഞാൻ ഡൽഹിയിലേക്ക് ഒരു കാർ ബുക്ക് ചെയ്തിരുന്നു. യെസ്, ഞാൻ താഴെ ലോൺ റെസ്റ്റോറന്റിലുണ്ടാവും. ത്രൂ ആവുമ്പോൾ അങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഒരു പൊട്ടുകൂടിയാവും അല്ലേ?
മോർണിംഗ്. വേലു, ഇന്നലെ താൻ പൊട്ടിച്ച ഫ്ലാസ്കും ടീസെറ്റും കണക്കിൽ എഴുതിയിട്ടുണ്ട്. അത് ഈ മാസം ശമ്പളത്തിൽ പിടിക്കും. അയ്യോ എന്റെ പൊന്ന് സാറ്, ഞാനൊരു 5-6 മാസമായി ശമ്പളം വാങ്ങിയിട്ടു. ഇങ്ങനെ പോയ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടൊന്നും വരേണ്ടി വരുമല്ലോ സാർ. സീസൺ അല്ലേ, ഇഷ്ടംപോലെ ടിപ്പ് കിട്ടുന്നില്ലേ? ഇതൊക്കെ കണ്ടും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? എന്റെ പൊന്ന് സാറേ, ഇനി മേലിൽ ഞാൻ സൂക്ഷിച്ചോളാം. ഒരു സാധനം പോലും എന്റെ കയ്യിൽ വീണ് പൊട്ടൂല. ഇപ്പൊ തന്നെ വീണ് പൊട്ടി നന്നായി കണക്ക് എഴുതാൻ സൗകര്യമുണ്ട്. ഒരു ഫ്ലാസ്ക്, 2 സോസ്. അയ്യോ സാർ, എന്റെ കുറ്റം കൊണ്ടൊന്നുമില്ല. ഉറക്കം തൂങ്ങി ഈ സുഖം എന്റെ മേത്ത് ഇങ്ങോട്ട് വന്നു കൂട്ടിയതാണ്. അയ്യോ എനിക്ക് രാത്രി ഉറക്കില്ല സാറേ, പിന്നെയാണ് പകല്. ആരും ഒന്നും പറയണ്ട, കയ്യിൽ നിന്ന് വീണ് പൊട്ടി തന്റെ കയ്യിൽ പെറുക്കിക്കോ പെറുക്കിക്കോ പെറുക്കിക്കോ. തന്റെ ഡൽഹിക്കാൾ പോയിട്ടുണ്ട്, ഇങ്ങോട്ട് കണക്ഷൻ കിട്ടുന്നില്ല. റിസപ്ഷൻ വരെ ഒന്ന് വന്നാലേ. ഒരു മിനിറ്റ് പോരാ. മലയാളീസ് അല്ലേ? കണ്ടപ്പോ തോന്നി. എന്താ പേര്? പറയണമെന്നില്ല. സ്ഥലം എവിടെ വരും? എന്റെ നാട് വർക്കലയാണ്. പുഷ്പൻ, എന്താ അവിടെ? അല്ല, ഈ മലയാളീസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ കുശലം മതി മതി മാറ്റിയത്. പോയി പണി നോക്ക്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഡാർലിംഗ്. ഗുഡ് മോർണിംഗ് മോൾ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ആ അയ്യോ എന്റെ പാവ. പ്രശ്നമായല്ലോ. അയ്യോ എന്റെ മോനെ. രക്ഷപ്പെട്ടാ മതി. കുഴപ്പമൊന്നുണ്ടാവില്ല സാർ. വലിയ കഷ്ടമായി പോകും. ശുദ്ധമുള്ള കന്യകേ, മാർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണനാഴികയിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. അലിസേ, ഇന്ന് നമ്മുടെ ഹോട്ടലിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടേ. ആ സുഖമായിട്ടും പറയുന്ന കേട്ടോ. എങ്ങനെയുണ്ട് കുട്ടിക്ക്? പേടിക്കാനൊന്നുമില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കയറിയിട്ടാ വരുന്നത്. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. കൈക്കും കാലിനും ചെറിയ ഫ്രാക്ചർ ഉണ്ട്, അത്രേ ഉള്ളൂ. ഭാഗ്യം രക്ഷപ്പെട്ടത്. ഒരു 6 ഇഞ്ച് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ കോൺക്രീറ്റ് സ്ലാബാണ്. കർത്താവിശയുടെ കൃപ. ആ കുട്ടിക്ക് ഒന്നും പറ്റാണ്ട് രക്ഷപ്പെട്ട അച്ചായനും കൊണ്ട് ഭരണങ്ങാനത്ത് പോയി അൽഫോൻസാമയുടെ കബറടത്തിന് മുമ്പിലേ ഒരു ദിവസം ഭജന ഇരിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. ഭരണങ്ങാനത്തേക്ക് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്. ഇവിടെ അടുത്തെങ്കിലും വേറെ ഒരു പള്ളിയും കിട്ടിയില്ല നിനക്ക് നേരാൻ. അച്ചായൻ മാനേജർ ആയിരിക്കുമ്പോ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാ ആർക്കാ അതിന്റെ കുറച്ച്? ഭരണങ്ങാനത്ത് അൽഫോൻസാമയ്ക്കും. ദൈവകാര്യങ്ങൾക്ക് എതിർവാക്ക് പറയല്ലേ. ഭരണങ്ങാനത്ത് പോയേ പറ്റൂ. ഭരണങ്ങാനത്തോ വേളാങ്കണ്ണിയിലോ എവിടെ വേണമെങ്കിലും പോവാം. നേർന്നത് നീ ആയി പോയില്ലേ? ജോൺ സാറേ, ഒന്ന് പെട്ടെന്ന് വന്നേ. ദേ വരുന്നു. മദ്യസംഘം കോറം തികയാഞ്ഞിട്ട് കയറ് പൊട്ടിക്കുക. ഇത് 3ാമത്തെ തവണയാ വിളിച്ചു കൂവുന്നത്. ഈ തണുപ്പത്ത് വൈകുന്നേരങ്ങളിൽ എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ട മോളെ. നീ ഷർട്ടും കിടക്ക്. നേരം പോക്ക് ഈടായി കുറച്ച് കൂടുന്നുണ്ട്. 2 പെഗ്, അതിൽ കൂടുതൽ ആര് നിർബന്ധിച്ചാലും നിന്റെ അച്ഛൻ കഴിക്കുവോ? മയക്കല്ലേ, പോയിട്ട് വേഗം വന്നാ മതി. പോയിട്ട് വേഗം വന്നേക്കാം കേട്ടോ. ഈ മഴ സമയത്ത് നിനക്ക് എന്നീട്ടിങ്ങൾ നടത്തിക്കുന്നല്ലേ? അതുവരെ വന്ന് ഈ അച്ചാറിങ് എടുത്തോണ്ട് വന്നൂടെ? അതൊക്കെ ഞങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം കൊണ്ടല്ലേ ചേച്ചി. അല്ല, ചേച്ചിയുടെ നട്ടിൽ വിട്ടൊക്കെ എങ്ങനെ? അയ്യോ ഒന്നും പറയണ്ട എന്റെ സാറേ. നടു നിവർത്താൻ മേല. സന്ധികൾ മുഴുവൻ കടച്ചില്. വല്ലതും കഴിച്ചാലോ വയറരിച്ചില്. അല്ല, എന്നാ പിന്നെ ഒന്നും കഴിക്കാതെ ഇരുന്നാ പോലും. ഊട്ടിയിൽ ഇനി കാണിക്കാൻ ഡോക്ടർമാരില്ല. അതിന് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഡോക്ടർമാർക്ക് ഭേദമാക്കാൻ പറ്റൂ. നിനക്കൊക്കെ അത് പറയാം. എനിക്കറിയാം അതിന്റെ വിഷമം എന്താണെന്ന്. ചേച്ചി മഴ ആണല്ലേ, പനി വരും. കുപ്പി എവിടെ? അയ്യോ ഇപ്പൊ തൊലച്ചനെ. ആരെ വണ്ടിയിൽ കുപ്പി കൊടുത്തത്? ഇതാ പൊട്ടിക്ക്. ഞാൻ വേണ്ട, നീ ഇത് പൊട്ടിക്കും, ഞങ്ങൾ തുറന്നോളാം. അതെ, ഇന്ന് നമുക്ക് കുറച്ച് നേരത്തെ പിരിയാം. അതെന്താ? നാളെ രാവിലെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ആ കുട്ടിക്ക് എങ്ങനെ ഉണ്ടാവും? അത് പറഞ്ഞപ്പോഴാ. അല്ല സാറേ, ആ കൊച്ചുകുട്ടിക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടായിട്ടും 323 പെൺകുട്ടികൾ ഇരിപ്പുണ്ടോ?
ഓ, കണ്ണിച്ചോരില്ലാത്തൊരു വർഗം. അവരെ കണ്ടപ്പോഴേ എനിക്കൊരു പെശക മണം തോന്നി. ദേ, ആ പെങ്കുച്ചിനെ കുറിച്ച് വെറുതെ അനാവശ്യമൊന്നും പറയരുത്. നിന്റെ അടവുകളൊന്നും അതിന്റെ അടുത്ത് ഓടാത്തതിന്റെ ചുരുക്കായിരിക്കും. നിനക്ക് ഈ ഒരു കണ്ണിൽ കൂടി എല്ലാവരെയും കാണാൻ പറ്റും. അല്ല സാറേ, ഇവൻ പറയുന്നതിന് കാര്യമില്ലാതില്ല. അവരിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. നമ്മുടെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ പല VIP-കളും വന്ന് താമസിക്കുന്നതാ. പക്ഷെ ടെററിസ്റ്റും മറ്റുമാണെന്നാണ് എന്റെ പേടി. ബെൽറ്റ് പോകുമ്പോൾ കൊണ്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മുടെ എല്ലാം കാര്യം പിന്നെ ഡീം. സോറി. ഏതായാലും നാളെ ഞാൻ വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം. എന്ത് പറ്റി? കള്ളു കുടിക്കുമ്പോ മനസ്സിലിരിപ്പ് താനെ വെളിയിൽ ചാടുന്ന് പറയണതേ വെറുതെ അല്ല. എന്താ ഇനിയിപ്പോ വെളി ചാടിയത്? ആ 323 നമ്പർ മുറിയിൽ താമസിക്കുന്ന പെണ്ണിന്റെ കാര്യത്തിൽ അച്ഛൻ എന്താ ഇത്ര ആദി? എന്റെ ദൈവമേ, ഞാനതിനെ നേരെ ചൊവ്വയൊന്നും കണ്ടിട്ട് പോലുമില്ല. കാണാഞ്ഞിട്ട് ഇത്രയെങ്കിൽ കണ്ടു കഴിഞ്ഞാ പിന്നെ എന്തായിരിക്കും? ഈ പെമ്പിള്ളേരുടെ സഹവാസം ഇല്ലാത്തൊരു ജോലി എന്റെ അച്ഛന് കിട്ടിയില്ലല്ലോ എന്റെ കർത്താവേ. അയ്യോ, അതെ അലിസേ മോളെ, നിന്നെ പോലൊരു സുന്ദരി കൊച്ചിനെ കർത്താവ് എനിക്ക് തന്നിട്ടുള്ളപ്പം വല്ല ഹോട്ടലും വഴിയിലും ഒക്കെ കണ്ട അലവലാതി പെണ്ണുങ്ങളുടെ പുറകെ പോകാൻ എനിക്ക് മനസ്സ് വരുമോ? എന്റെയും പേടി അത് തന്നെയാ. എന്റെ അച്ഛൻ സുന്ദരനാ, ശുദ്ധനാ. മനസ്സിളക്കാൻ വല്ലവടുമാരും വന്നാ കർത്താവ് വരെ സാത്താൻ പരീക്ഷിച്ചിട്ടുള്ള പിന്നല്ല എന്റെ പാവം അച്ഛൻ. എന്റെ അലിസേ, ഇന്ന് രാത്രി സാത്താൻ ഏതായാലും വേറൊരു പരീക്ഷണത്തിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? അപ്പൊ ഇന്ന് പ്രശ്നമൊന്നുമില്ല സാർ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നമോ? അപ്പൊ പിന്നെ അത് പ്രശ്നമാവല്ലോ. എന്റെ ഗുരുവായൂരപ്പ, പ്രശ്നം എപ്പോഴാ ഉണ്ടാവുക ആദ്യം പിടിച്ച് നടക്കുമായിരുന്നു ഞാൻ. എന്താ, എവിടെ, ആർക്കാ, എപ്പോഴാ, ഏത് റൂമിലാ? സാർ ഇങ്ങനെ കിടന്ന് തുടൽ പൊട്ടിക്കേണ്ട ഒരു കാര്യമില്ല. കോവിലകത്ത് ആനയ്ക്ക് മതളകിയിട്ടൊന്നുമില്ല. എടോ, തീറ്റിക്കാത്ത കാര്യം പറ. ആർക്കാ എന്താ പറ്റിയേ? ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ ആ സ്വീറ്റ് നമ്പർ 323 മിസ്റ്റർ ബാലനമ്പ്യാരില്ലേ? എന്റെ ഗുരുവായൂരപ്പ, നല്ലൊരു മനുഷ്യനായിരുന്നു. ഹാർട്ട് അറ്റാക്കാ? അയ്യോ, അങ്ങേരുടെ മകൾക്ക്. അയ്യോ, മകൾക്കോ? എന്റെ ഈശ്വരാ. എന്റെ സാറ് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ആ കുട്ടിയുടെ പ്രകൃതത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വല്ലാത്തൊരു പന്തിയില്ലായ്മ. അപ്പൊ പ്രശ്നമാവല്ലോ. അങ്ങേരുടെ ഭാഗത്ത് നിന്ന് അത് മറച്ചു വെക്കാനുള്ള ഒരു വ്യഗ്രത. അപ്പൊ പിന്നെ അത് പ്രശ്നമായി. നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമല്ല. എന്നാലും വല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായാൽ നമ്മുടെ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷൻ ഒന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഹോട്ടലിന്റെ സൽപ്പേരിന് വല്ല കോട്ടം തട്ടിയ തമ്പുരാന്റെ കഥ കഴിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ എന്റെ ഭഗവാനെ? നീ തന്നെ പറയണോ? വേറൊന്നുമില്ല, നമ്മൾ നേരിട്ട് എന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. അതിന് നീ പോയാൽ ശരിയാവില്ല. അതിനൊക്കെ കുറച്ച് ഇരുത്തം വരണം. സാരല്ല, ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ പോയി എല്ലാ സത്യവും മണി പോലെ അറിഞ്ഞിട്ട് വരാം. പോരെ? ഓക്കെ. പിന്നെ ഒരു കാര്യം, നമ്മൾ മനഃപൂർവ്വം കുത്തി ചോദിക്കുന്നതാണെന്ന് തോന്നരുത്. എങ്ങനെ? നമ്മൾ മനഃപൂർവ്വം കുത്തി ചോദിക്കുന്നതാണ് തോന്നരുതെന്ന്. മനഃപൂർവ്വം കുത്തി ചോദിക്കാതെ തോന്നരുത്. അത്രേ ഉള്ളൂ. ശരി ശരി. ഐ ആം ദി ജനറൽ മാനേജർ ഓഫ് ദിസ് ഹോട്ടൽ, മിസ്റ്റർ പരമേശ്വർ കൈമൾ. ഞാൻ മനഃപൂർവ്വം കുത്തി ചോദിക്കാണെന്ന് തോന്നരുത്. ഈ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ടത് ഒരു മാനേജർ എന്ന നിലയിൽ എന്റെ ഡ്യൂട്ടിയാണല്ലോ. രജിസ്റ്ററിൽ പർപ്പസ് ഓഫ് വിസിറ്റിൽ വെറും വിസിറ്റ് എന്ന് മാത്രമേ കണ്ടുള്ളൂ. അതെ, അത് തന്നെയാണ് ഉദ്ദേശം. യെസ്. അപ്പൊ എന്താ ജോലി? ജോലി, ഞാനൊരു ഫ്രീലാൻസ് കാർട്ടൂണിസ്റ്റ് ആണ്. അപ്പൊ ഈ പാടം വരപ്പ്. ആട്ടെ, സ്ഥിരമായിട്ട് എവിടെ താമസം? സ്ഥിരമായിട്ടൊരു താമസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. ഓഹോ, ഒരുതരം ദേശാടനം തന്നെ. അപ്പൊ കൂടെയുള്ളത് ശിഷ്യോ, മകളോ, സഹപ്രവർത്തകയോ, അതോ ഫ്രണ്ടോ? അല്ല, ഈ കലാകാരന്മാരെന്ന് പറയുമ്പോ ഇങ്ങനെയെന്നൊന്നും ഇല്ലല്ലോ. എങ്ങനെ എന്നൊന്നുമില്ലെന്ന്. അതിപ്പോ റൂം റെന്റ് കൃത്യമായി തരുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള എന്റെ സ്വകാര്യത അതിൽ നൂണ്ട് കയറാൻ വരരുത്. അല്ല, അതിപ്പോ എന്റെ ഒരു ഡ്യൂട്ടിയും മറ്റേ അധികാരമൊക്കെ ഓഫീസില്, കസ്റ്റമേഴ്സിന്റെ അടുത്ത് വേണ്ട. യെസ്, ദാറ്റ്സ് കറക്റ്റ്. അലോഹ്യം തോന്നരുത്. മിസ്റ്റർ നമ്പ്യാർക്ക് എന്ത് ഹെൽപ്പ് എപ്പോ വേണമെങ്കിലും ഈ കൈമളെന്ന് വിളിച്ചാൽ മതി. സന്തോഷമുള്ളൂ. മിസ്റ്റർ കൈമൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഹെൽപ്പ് ഇപ്പോൾ തൽക്കാലം ഈ മുറിയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ്. അതെ, അതാണ് വേണ്ടത്. ഈ കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ ഈ ഹോട്ടലിന്റെ ഒരു ചളമാക്കിയല്ലേ? ആക്കിയതല്ല ജോൺസാ, ആയിപ്പോയതാ. നീ ഇനി നാട് മുഴുവൻ കൊട്ടിക്കൊഴിച്ച് പാട്ടാക്കി എന്റെ മാനം കളയരുത്. ഇനി എന്തോന്ന് കളയാൻ? എന്റെ കൈമൾ സാറേ, ഇതിനൊക്കെ ഒരു നാക്ക് വേണ്ടേ? ദേ ഇങ്ങോട്ട് വിട്ടേക്ക്, ഞാനിത് നീറ്റായിട്ട് കൈകാര്യം ചെയ്തോളാം. ഈ ആഴ്ചയിൽ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് ഈ കപ്പും ഗ്ലാസും ഒക്കെ പൊട്ടിക്കുന്നത്? 17. ഇതൊക്കെ എങ്ങനെ മുതലാക്കും? എന്റെ ശമ്പളത്തിൽ നിന്ന് വിളിച്ചാൽ മതി സാർ. തന്റെ ഒരു മാസം ശമ്പളത്തിന്റെ ഇരട്ടി ഉണ്ടെങ്കിൽ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല.
തനിക്കറിയോ? എന്റെ ശമ്പളം ഇരട്ടിയാക്കിയാ മതി സർ. ഗുഡ് ഈവനിങ് നമ്പ്യാർ സാർ. ഗുഡ് ഈവനിങ്. ഐ എം ജോൺസൺ, ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജറാണ്. ഓ ഐ സി. ചെറിയൊരു പർച്ചേസിംഗിന് പോരുന്നാണെന്ന് തോന്നുന്നു. ഞാൻ ഹെൽപ്പ് ചെയ്യാം. നോ താങ്ക്സ്. രജിസ്റ്ററിൽ സാറിന്റെ പേര് കണ്ടപ്പോഴേ ഞാൻ ആലോചിക്കുകയാണ്, എവിടെ വെച്ചാണ് എനിക്ക് പേര് ഇത്ര പരിചയം? അതിപ്പോ ഞാനെങ്ങനെ പറയാ? അല്ല, ഇന്നലെ ലോണിലും റെസ്റ്റോറന്റിലും മറ്റു വെച്ച് കണ്ടപ്പോഴും അതെ, നല്ല മുഖപരിചയം. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ആ കൂട്ടത്തിൽ എവിടെയെങ്കിലും വെച്ച്? എക്സാക്ട്ലി, ഞാനും അതെ. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാനും പല നോർത്ത് ഇന്ത്യൻ സിറ്റീസിലെയും വലിയ വലിയ ഹോട്ടലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും വെച്ച്? മേ ബി അല്ല സാർ, ഷുവറാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ജോലി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ സാർ താമസിച്ചിട്ടുണ്ടാവും. അന്ന് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള ചാൻസസ് ഉണ്ട്. ആ, അങ്ങനെ വരട്ടെ. ഇത്രയും പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റ്, സാറിന്റെ പേര് ശ്രദ്ധിച്ചപ്പോഴേ ഞാൻ ഇങ്ങനെ തപ്പി നോക്കുകയായിരുന്നു. അതിന് ബാലൻ നമ്പ്യാരെന്നല്ല, ബാലു എന്ന പേരിലാണ് ഞാൻ കാർട്ടൂണുകൾ വരയ്ക്കാറുള്ളത്. അതെ അതെ, ബാലു എന്ന പേരിൽ കാർട്ടൂണുകൾ വരയ്ക്കുന്ന ബാലൻ നമ്പ്യാർ. ആ നിലയ്ക്ക് തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളതും. വരൂ മിസ്റ്റർ ജോൺസൺ, ഒരു നിമിഷം ഇരുന്നിട്ട് പോവാം. ഫ്രൂട്ട്സ് മാഗസീൻസ് മലയാളം ഒന്നും കിട്ടിയില്ല, പറഞ്ഞേപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരാളെ ഡിസ്പോസ് ചെയ്തിട്ടില്ല. മിസ്റ്റർ ജോൺസൺ ഇരിക്കൂ. താങ്ക് യു. മാർവലസ്. പ്രകടമായി ആരെയും നോവിച്ചിട്ടുമില്ല, എന്നാ കൊള്ളേണ്ട അടുത്ത് കൊള്ളുന്നുണ്ട്. അതാണല്ലോ ഈ കാർട്ടൂണിന്റെ ഒരു മർമ്മം. എന്നൊക്കെയാ പറയാറ്. ബൈ ദ ബൈ, സാർ ഇവിടെ വല്ല മീറ്റിങ്ങിനോ ഫംഗ്ഷനോ കോൺഫറൻസിനോ അങ്ങനെ വല്ലതും? അല്ല. ഓ, മനസ്സിലായി. പുതിയ പുതിയ സങ്കേതങ്ങളിൽ പുതിയ പുതിയ മുഖങ്ങൾ കാണാനുള്ള യാത്ര, വിഷയങ്ങൾ തേടിയുള്ള വോയേജ്. എന്നാ പിന്നെ എപ്പോഴും മുറിക്കകത്ത് തന്നെ അടച്ചുപൂട്ടിയിരിക്കാതെ വല്ലപ്പോഴും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത്? ബൊട്ടാണിക്കൽ ഗാർഡൻ, ലേക്ക്, ബോട്ട് ക്ലബ്ബ്, റേസ് കോഴ്സ്, അങ്ങനെ പലതും ഉണ്ട് കാണാൻ. ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. അല്ല, സാറിന് താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ കൂടെയുള്ള കുട്ടിക്ക്. എന്തു പറ്റി? ഞാനും ശ്രദ്ധിച്ചിരുന്നു. പുറത്തു വെച്ച് കണ്ടപ്പോ ഒരു വല്ലാത്ത മട്ട്. ഡോക്ടേഴ്സിന് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാം. ആ കുട്ടി സാറിന്റെ ആരാന്നാ പറഞ്ഞത്? I was waiting for this question. It is none of your business, Mr. Johnson. ഇല്ലാത്ത പരിചയം ഭാവിച്ച് നിങ്ങൾ എന്റെ പുറകെ കൂടിയപ്പോൾ എനിക്കറിയാമായിരുന്നു അവസാനം വന്നെത്തുക ഈ ഒരു ചോദ്യത്തിലായിരിക്കുമെന്ന്. അല്ല, അത് പിന്നെ ഞാൻ ഇനഫ്. കുറച്ചു മുമ്പേ നിങ്ങളുടെ മാനേജർ വന്നൊരു പെർഫോമൻസ് കഴിഞ്ഞ് പോയതേ ഉള്ളൂ. റൂം ക്ലീൻ ചെയ്യാൻ വന്നാലും കോഫി കൊണ്ടുവന്നാലും ബോയ്സിന്റെ മുഖത്തോടെ സംശയത്തിന്റെ എത്തി നോട്ടം. അല്ല സാർ, ഞാൻ ദിസ് ഈസ് ദ ലിമിറ്റ്. നിങ്ങൾ അത്ര സസ്പീഷ്യസ് ആണെങ്കിൽ come on, go and lodge a complaint with the police. I will face it. അവർ റൂം വെക്കേറ്റ് ചെയ്യണം. സോറി സാർ, ഓഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. സത്യം എന്താണെന്ന് അറിയാൻ സാർ തെറ്റിദ്ധരിക്കരുത്. ശരീരത്തിനല്ല, മനസ്സിനാണ് ആ കുട്ടിക്ക് അസുഖം. വലിയ ഒരു ട്രാജഡിയുടെ ഭാരവും പേറിയാണ് ആ പാവം ജീവിക്കുന്നത്. അവളെ ഒന്ന് ചീറപ്പ് ചെയ്യാൻ, അടഞ്ഞുപോയ മനസ്സിന്റെ വാതിലുകൾ തുറപ്പിക്കാൻ, വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അതിനുള്ള ഒരു യജ്ഞത്തിലാണ് ഞാൻ. ഞങ്ങൾക്കല്പം സ്വസ്ഥത വേണം. സഹായിച്ചില്ലെങ്കിലും പ്ലീസ് ഉപദ്രവിക്കരുത്. അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ ആരും. എല്ലാവർക്കും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി സാറിനും ഈ കുട്ടിക്കും ഒരസൗകര്യവും ഉണ്ടാവില്ല. സാറിന് ഇത് സ്വന്തം സ്ഥലം പോലെ കരുതാം. എന്ത് സഹായം വേണമെങ്കിലും എനി ടൈം ഞങ്ങളുണ്ടാവും. ഐ അഷ്വർ യു. തലയ്ക്ക് സുഖമില്ലാത്തവരെ ഹോട്ടലിലാണോ സാറേ താമസിപ്പിക്കുന്നേ? നെല്ലിക്കാത്തളം വെച്ച് വല്ല ആശുപത്രിയിലും കൊണ്ടാക്കിക്കൂടെ? ഓ, അങ്ങനത്തെ അസുഖമല്ല ചേച്ചി. ഈ മനസ്സിനൊരു എന്താ പറയാ, ഒരു മ്ലാനത, മരവിപ്പ്. ഈ ആലീസിന്റെ പ്രായമുള്ളൂ. നല്ല ഓമനത്തുള്ള മുഖം. ഇവളെപ്പോലെ ചിരിച്ചും കളിച്ചും സന്തോഷമായിട്ട് കഴിയേണ്ട പ്രായത്തില് ചിരിക്കാനോ കരയാനോ, എന്തിന്? കൺമുമ്പിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഒന്ന് ഉരിയാടാനോ ഒന്നിനും കഴിയാതെ. കഷ്ടം. അയ്യോ പാവം. ആ കുട്ടിയെ കുറിച്ചാണ് ഇവൻ ഇല്ലാത്ത സംശയത്തിന്റെ വിത്തുകൾ വാങ്ങി ഉള്ള കാടും പടലും പടർത്തി ഇവനെയൊക്കെ ഉണ്ടല്ലോ. അതിപ്പോ ഞാൻ മാത്രമല്ലോ, ഇവനും അങ്ങനെ തോന്നി. അത് പിന്നെ പറഞ്ഞു കേട്ടപ്പം അല്ല, അത് സാറിന് തോന്നിപ്പോയില്ലേ? ഇനിയെങ്കിലും എല്ലാത്തിനെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന നിന്റെ ഈ വെടക്ക് സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് ഉപേക്ഷിക്കും. പ്രത്യേകിച്ച് ഇതുപോലുള്ള പെൺകുട്ടികളെ.
നല്ല ഓമനത്തുള്ള മുഖം, ആലീസിന്റെ പ്രായം, എന്നെ പോലെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് നടക്കേണ്ട സമയം. ഞാൻ അവളൊപ്പം ഒരുപോലെ പറയുമ്പോ നാദീന്ന് തേനുറ്റല്ലായിരുന്നോ? എന്തൊരു മനസ്സലിവ്! എനിക്കെല്ലാം മനസ്സിലായി. ഓ, ഇക്കണക്കിന് കന്യാമറിയ മാതാവിന്റെ രൂപത്തിന്റെ നേർക്ക് നോക്കി എങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കും? അവിടെ നീ കയറി അങ്ങ് സംശയിക്കുമല്ലോ. ഓ, എന്റെ കർത്താവ് തമ്പുരാനെ, ഈ പാനപാത്രം എല്ലാം അവിടുത്തെ തിരുവിഷ്ടം പോലെ. കഴിക്ക്, വാ.